കണ്ണുകടിക്ക് മരുന്നില്ല. പ്രത്യേകിച്ചും കേരളത്തിലെ മോദി വിരുദ്ധരായ രാഷ്ട്രീയക്കാരുടെ കണ്ണുകടിക്ക് ഒരു മരുന്നും ഉണ്ടാകില്ല. അങ്ങനെ ഇനി ഒരു മരുന്നുണ്ടാകണമെങ്കിൽ മോദി വിരുദ്ധർ ഒന്നുപോലും ബാക്കിയില്ലാത്തൊരു കാലം വരണം. എന്തായാലും അക്കാലം വിദൂരമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ ഇത് പറയാൻ കാരണം കേരള കോൺഗ്രസിന്റെ നിലവാരമില്ലാത്തൊരു പോസ്റ്റാണ്. ട്രംപിനേക്കാളും വലിയവരാണ്, കേമന്മാരാണ് എന്ന് നടിക്കുന്ന കേരളത്തിലെ കോൺഗ്രസ്സുകാരും രാഹുൽ എന്ന മണ്ടന്റെ അനുഭാവികളും മനസ്സിലാക്കേണ്ട ഒന്നാണ്. അങ്ങനെ നിങ്ങൾ ഊതിയാൽ പറക്കുന്ന ഒന്നല്ല നരേന്ദ്രമോദി ഉണ്ടാക്കിയെടുത്ത ബന്ധങ്ങളും നയതന്ത്രവും. എന്തായാലും കാര്യത്തിലേക്ക് വരാം. നരേന്ദ്രമോദിയും ട്രംപും കൂടി നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനം അത് പ്രധാനമാണ്. അതാണ് ശശി തരൂർ പറഞ്ഞത്. ട്രംപ് പ്രസിഡന്റായി അധികാരമേറ്റ ശേഷം ആദ്യമായി കൂടിക്കാഴ്ച നടത്തിയത് മോദിയുമായാണ് എന്നതിൽ അഭിമാനിക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ കേരളത്തിലെ അന്തസ്സില്ലാത്ത കോൺഗ്രസ്സുകാരുടെ സമൂഹ മാധ്യമത്തിൽ അവർ പങ്കുവെച്ച ഒരു ചിത്രത്തിലൂടെ അവരുടെ ആ ഒരു നിലവാര താഴ്ച നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മോദിയും ട്രംപും സംയുക്ത വാർത്താ സമ്മേളനം നടത്തുമ്പോൾ മോദിക്കരികിൽ സ്ഥാപിച്ച ടെലിപ്രോംപ്റ്റർ, ഇതിൽ എഴുതി കാണിക്കുന്നത് വായിക്കുന്ന രീതി മോദി മാത്രമല്ല ലോകത്തിലെ പല നേതാക്കളും പിന്തുടരുന്ന കരുതലാണ്. വായിൽ തോന്നുന്നത് വിളിച്ചു പറയാനുള്ള വേദിയല്ല ഇത്തരം ഗൗരവം നിറഞ്ഞ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന അന്താരാഷ്ട്ര സന്ദർഭങ്ങൾ. US ലോകരാഷ്ട്രങ്ങളുമായി ഇടഞ്ഞു നിൽക്കുന്ന ഘട്ടത്തിൽ ആ മഞ്ഞുരുക്കാൻ കഴിഞ്ഞ പ്രധാനമന്ത്രി മോദിക്ക് കൈയടിച്ചില്ല എങ്കിലും ഇതുപോലുള്ള തരം താഴ്ന്ന വിമർശനങ്ങൾ കേരളത്തിലെ കോൺഗ്രസിന് ഒഴിവാക്കിക്കൂടെ? കാട് കാണാതെ ഇല മാത്രം കാണുന്ന ചിലരുണ്ട്. അക്കൂട്ടത്തിലേക്ക് അധപ്പതിക്കുകയായിരുന്നു ഈ സമൂഹ മാധ്യമ പോസ്റ്റിലൂടെ കോൺഗ്രസ് എന്നാണ് ചില പ്രതികരണങ്ങൾ ഉയരുന്നത്. നമുക്കറിയാം, ഇന്ത്യക്കാർക്കൊക്കെ അഭിമാനം നൽകുന്ന നേട്ടം തന്നെയാണ് തന്റെ US സന്ദർശനം വഴി നരേന്ദ്രമോദി സാധ്യമാക്കിയത്. കോൺഗ്രസ് നേതാവും UN-ൽ സുദീർഘകാലം പ്രവർത്തിക്കുകയും ചെയ്ത ശശി തരൂരിന് ഈ സന്ദർശനത്തിന് നയതന്ത്ര പ്രാധാന്യം നല്ലതുപോലെ അറിയാം. കാരണം ഇറക്കുമതി ചുങ്കം എന്ന വലിയൊരു ഭീഷണി ഉയർത്തി ട്രംപ് ലോകത്തിലെ മറ്റു രാജ്യങ്ങളെ വിറപ്പിക്കുന്ന ഒരു കാലമാണ്. ഈ സമയത്ത് മോദി എന്ന പഴയ സുഹൃത്തിനെ പണ്ടത്തെ അതേ ഊഷ്മളതയോടെ ട്രംപ് സ്വീകരിച്ചു. സന്ദർശക ഡയറിയിൽ തന്റെ അഭിപ്രായം എഴുതാൻ US പ്രസിഡന്റിന്റെ ഓഫീസിൽ ഇരിക്കാൻ മോദിക്ക് കസേര വലിച്ചിട്ട് കൊടുക്കുന്ന ട്രംപിന്റെ ചിത്രം മോദി വിരോധികളുടെ ഉറക്കം കെടുത്തിയ ചിത്രമാണ്. അവർ ജേർണി ടുഗദർ എന്ന പേരിൽ മോദിയുമായുള്ള യാത്രയുടെ ചിത്രങ്ങൾ അടങ്ങിയ ഒരു ഫോട്ടോ ബുക്ക് സമ്മാനിക്കാൻ ട്രംപ് സമയം കണ്ടെത്തി എന്നത് ആ സൗഹൃദത്തിന്റെ ആഴം വിളിച്ചോതുന്നു. പഴയ NGO സംസ്കാരം കൂടികുത്തി വാഴുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിൽ സമൂഹ മാധ്യമങ്ങളിൽ മോദിക്കെതിരെ അനാവശ്യ വിമർശനങ്ങൾ ഉയർത്തുകയാണ് NGO-കളും ജിഹാദികളും കമ്മ്യൂണിസ്റ്റുകളും പ്രതിപക്ഷ പാർട്ടികളും. മറ്റൊരു നേട്ടവും ഉണ്ടാക്കിയില്ല എങ്കിലും മഹാരാഷ്ട്രയിൽ ഒരുപാട് പേരുടെ മുറിവുണക്കുന്ന വലിയൊരു ഉറപ്പ് മോദി നേടിയെടുത്തു. 175 പേരെ കൊലപ്പെടുത്തിയ മുംബൈ ഭീകര ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ തവാഹുർ ഹുസൈൻ റാണ എന്ന പാക് ഭീകരനെ ഇന്ത്യക്ക് വിട്ടു നൽകുമെന്ന് ട്രംപ് ഒപ്പിട്ട് നൽകിയത് വലിയൊരു നേട്ടം തന്നെയാണ്. ഭീകരവാദത്തിനെതിരെ മോദിയും ട്രംപും കൈകോർക്കും എന്നതിനുള്ള തെളിവും താക്കീതുമാണിത്. പ്രധാനമന്ത്രി മോദിയുടെ US സന്ദർശനത്തെ ശ്ലാഘിച്ച കോൺഗ്രസ് MP ശശി തരൂരിന്റെ വാക്കുകളും ഇത്തരുണത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ മനസ്സിലാക്കേണ്ട ഒന്നാണ്. അതായത് അദ്ദേഹം പറഞ്ഞത്, ട്രംപ് ചുമതലയേറ്റ ശേഷം അമേരിക്കയിലേക്ക് ക്ഷണിക്കപ്പെട്ട ആദ്യ നേതാവാണ് മോദിയെന്നും ഇത് ശ്രദ്ധേയമായ കാര്യമാണ് എന്നുമാണ്. പ്രധാനമന്ത്രി മോദിയുടെ US യാത്രയെക്കുറിച്ച് ശശി തരൂർ മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ മോദിയെ അഭിനന്ദിച്ച് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത്. നിരവധി ആശങ്കകളാണ് ട്രംപും മോദിയും പങ്കുവച്ചത് എന്ന് ശശി തരൂർ MP പറഞ്ഞു. വളരെ പ്രതീക്ഷ ഉണർത്തുന്നതായിരുന്നു ഈ കൂടിക്കാഴ്ച. വ്യാപാരം സംബന്ധിച്ച് മോദി അമേരിക്കയുമായി ചർച്ച തുടങ്ങി വെച്ചത് ശോഭനീയമാണ് എന്നാണ് തരൂർ പറഞ്ഞത്. അല്ലെങ്കിൽ അമേരിക്ക പ്രഖ്യാപിക്കുന്ന തീരുമാനങ്ങൾ ഏകപക്ഷീയമായി ഏറ്റുവാങ്ങേണ്ടി വന്നേനെ എന്ന നിലപാടും അദ്ദേഹം പറഞ്ഞു. അനധികൃതമായി മറ്റൊരു രാജ്യത്തേക്ക് നുഴഞ്ഞു കയറുന്ന വ്യക്തിക്ക് ആ രാജ്യത്ത് തുടരാൻ അവകാശമില്ല. അവരെ തിരിച്ചയക്കുന്ന രീതിയോട് എതിർപ്പുണ്ട്. മോദി കുടിയേറ്റം സംബന്ധിച്ച് നടത്തിയ ഈ പ്രതികരണത്തോടും ശശി തരൂരിന് യോജിപ്പാണ്. അങ്ങനെയൊക്കെ ശശി തരൂരിനെ പോലെ കോൺഗ്രസിന്റെ ഇത്രയും ലോകം കണ്ട ഒരു നേതാവ് പറയുമ്പോൾ വളരെ പുച്ഛഭാവത്തിൽ മോദിയെ അപമാനിക്കുന്ന തരത്തിൽ ഈ കോൺഗ്രസ്സുകാർ ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുന്നത് ശരിക്കും കോൺഗ്രസിന്റെ തന്നെ വില ഇടിയുന്ന ഒരു ഏർപ്പാടാണ്. ഒരുപക്ഷെ തലപ്പത്തിരിക്കുന്ന നേതാക്കന്മാർ ഇത് അറിയുന്നുണ്ടാവില്ല. ഇവരൊക്കെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്യുന്നതായിരിക്കും ഏതെങ്കിലും ഭാഗത്തുള്ള കോൺഗ്രസ്സുകാർ. പക്ഷെ ആലോചിച്ചും കണ്ടും ഒരു ഇത്തരത്തിൽ ശക്തനായ ഒരു നേതാവ് നമ്മുടെ രാജ്യം ഭരിക്കുന്നുണ്ട് എന്നത് രാഷ്ട്രീയ ലാഞ്ചനയില്ലാതെ തന്നെ കാണേണ്ട ഒരു വിഷയമാണ്. അങ്ങനെ രാഷ്ട്രീയക്കാർ, ഏത് രാഷ്ട്രീയത്തിൽപ്പെട്ടവരായാലും അങ്ങനെ രാഷ്ട്രീയക്കാർ വളരുമ്പോൾ മാത്രമേ രാഷ്ട്രീയം എന്ന ആ ഒരു വാക്കിനും രാഷ്ട്രീയത്തിലൂടെ രാജ്യത്തെ കാര്യങ്ങൾ നടന്നു പോകുന്നതിനുമൊക്കെ ഒരു വാല്യൂ ഉണ്ടാവുകയുള്ളൂ എന്ന് ഈ രാഷ്ട്രീയക്കാർ എന്നാണ് മനസ്സിലാക്കുക. ന്യൂസ് ഡെസ്ക് കർമാനസ്.